കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. പ്രദോഷമാണ് 2026 മാർച്ച് മാസം 30-ാം തീയതി. ചൈത്രമാസത്തിലെ ശുക്ലപക്ഷ ത്രയോദശി തിഥി. ത്രയോദശി തിഥി സന്ധ്യാസമയത്ത് ഏതു ദിവസമാണോ വരുന്നത് ആ ദിവസമാണ് നമ്മൾ പ്രദോഷമായി ആചരിക്കുന്നത്. ത്രയോദശി തിഥി ആരംഭിക്കുന്നത് 2026 മാർച്ച് 30 രാവിലെ 7:09 മുതൽ 31-ാം തീയതി രാവിലെ 6:55 വരെയാണ്. ഇവിടെ സന്ധ്യാസമയത്ത് ത്രയോദശി തിഥി വന്നിരിക്കുന്നത് 30-ാം തീയതിയാണ്. അതുകൊണ്ട് മാർച്ച് മാസം 30-ാം തീയതി തിങ്കളാഴ്ച നമ്മൾ പ്രദോഷമായി ആചരിക്കുന്നു. തിങ്കളാഴ്ച വരുന്ന പ്രദോഷത്തെ സോമപ്രദോഷം എന്നാണ് വിളിക്കുന്നത്. നമുക്കറിയാം, തിങ്കളാഴ്ച ദിവസം മഹാദേവനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പ്രത്യേകതയുള്ള ദിവസമാണ്. ശിവപൂജയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ സാധാരണയായിട്ട് തിങ്കളാഴ്ച ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ തിങ്കളാഴ്ചയും പ്രദോഷവും കൂടി ചേർന്ന് വന്നിരിക്കുന്നത് കൊണ്ട് വളരെ വളരെ ശ്രേഷ്ഠമാണ്. ത്രയോദശി സന്ധ്യയ്ക്കാണ് പ്രാധാന്യം. അതിൻ്റെ കാരണം പണ്ട് ദേവന്മാരും അസുരന്മാരും പാലാഴി കടയുകയാണ്. അങ്ങനെ പാലാഴി കടഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് മന്ധരപർവ്വതത്തെ മത്തായും വാസുകിയെ കയറായും സ്വീകരിച്ചുകൊണ്ടാണ് പാലാഴി മഥനം നടക്കുന്നത്. ആ സമയത്ത് വാസുകിക്ക് വളരെയധികം ക്ഷീണം വരികയും വാസുകി ഛർദ്ദിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. അങ്ങനെ വാസുകി ഛർദ്ദിക്കുന്നത് കൊടിയ വിഷമാണ്, കാളകൂട വിഷമാണ്. ആ വിഷം പുറത്തേക്ക് വീണ് കഴിഞ്ഞാൽ, താഴേക്ക് വീണ് കഴിഞ്ഞാൽ 14 ലോകങ്ങളും നശിക്കും. അതുകൊണ്ട് ലോകങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി മഹേശ്വരൻ ആ കാളകൂട വിഷം തൻ്റെ തൃക്കൈയിൽ ഏറ്റുവാങ്ങി. ആ വിഷം മഹാദേവൻ ഭക്ഷിക്കുന്നു. കാരണം താഴേക്ക് കളയാൻ പറ്റില്ല. അങ്ങനെ ലോകത്തിന് ഉപകാരം ചെയ്യുന്നതിന് വേണ്ടി മഹാദേവൻ ആ കാളകൂട വിഷം ഭക്ഷിക്കുന്നു. വിഷമാണ് ഭക്ഷിച്ചത്, ദേവനാണ്. എങ്കിലും ഭഗവാന് ക്ഷീണമുണ്ടാകുന്നു. ആ ക്ഷീണം തീർക്കുന്നതിനായി ഭഗവാൻ ശ്രീ പാർവതീദേവിയുടെ മടിയിൽ തലവെച്ച് കിടന്നു എന്നാണ് ഐതിഹ്യം പറയുന്നത്. താരാദേവിയുടെ അവതാരവും ഈ സമയത്താണ് സംഭവിച്ചത് എന്ന് ഐതിഹ്യങ്ങൾ പറയുന്നുണ്ട്. താരാദേവിയെ പറ്റി ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടിരുന്നു. ആ വീഡിയോ കാണാത്ത എല്ലാവരും കാണണം. ഈ ദേവതയെ അറിയാമോ എന്ന ഹെഡിങ്ങിലാണ് ഞാൻ ആ വീഡിയോ ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ പ്രദോഷ സമയം, ഈ പ്രദോഷകാലത്തിൽ താരാദേവിയെ പറ്റി അറിയുന്നത് വളരെ വളരെ നല്ലതാണ്. ഈ സമയത്ത് അവതരിച്ച ഭഗവതിയാണ് താരാദേവി. എന്തുതന്നെയായാലും ഭഗവാൻ ശ്രീ പാർവതീദേവിയുടെ മടിയിൽ തലവെച്ച് മയങ്ങുകയാണ്. എല്ലാ ദേവന്മാരും ബ്രഹ്മർഷികളും അപ്സരസുകളും ഗന്ധർവന്മാരും എല്ലാവരും ആ സമയത്ത് അവിടെ സന്നിഹിതരായി എന്നും ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരും അവിടെ നിന്നു എന്നുമാണ് ഐതിഹ്യം പറയുന്നത്. പിന്നീട് ഭഗവാൻ ഉണർന്ന് എഴുന്നേൽക്കുന്നത് ഒരു ത്രയോദശി സന്ധ്യാസമയത്താണ്. അദ്ദേഹം ഉണർന്ന് എഴുന്നേറ്റ ആ ത്രയോദശി സന്ധ്യാകാലമാണ് പ്രദോഷകാലം എന്ന് അറിയപ്പെടുന്നത്. ആ സമയത്ത് മഹേശ്വരൻ ആനന്ദ നടനമാടി എന്നാണ് പറയുന്നത്. നന്ദി ഭഗവാന്റെ കൊമ്പുകൾക്കിടയിലൂടെ അദ്ദേഹം ആനന്ദ നടനമാടി പാർവതീദേവിയെ സന്തോഷിപ്പിച്ചു. സരസ്വതി ദേവി വീണമീട്ടി, ഗന്ധർവന്മാർ പാട്ടുപാടി, ദേവകൾ ഭഗവാനെ സ്തുതിച്ചു. അങ്ങനെ എല്ലാവരും ആനന്ദത്തിൽ ആറാടി നിൽക്കുന്ന സമയമാണ് പ്രദോഷകാലം. അതുകൊണ്ട് തന്നെ ഈ പ്രദോഷ സന്ധ്യാസമയത്ത് എവിടെ ഇരുന്ന് നമശിവായ മന്ത്രം ജപിക്കുന്നുവോ അവർക്ക് സകല ദേവന്മാരുടെയും അനുഗ്രഹം ലഭിക്കുന്നു എന്നാണ് വിശ്വാസം. അതുകൊണ്ട് പ്രദോഷത്തിൽ സന്ധ്യാകാലത്തിനാണ് പ്രാധാന്യം. പൂജാ സമയം എന്ന് പറയുന്നത് 30-ാം തീയതി 6:32 മുതൽ 8:54 വരെയാണ്. അതുകൊണ്ട് വ്രതം എടുത്താലും ഇല്ലെങ്കിലും ആ കാലത്തിൽ ഓം നമശിവായ എന്ന മന്ത്രം 108 തവണയോ 1008 തവണയോ ഒക്കെ ജപിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ വളരെ വളരെ ശ്രേഷ്ഠം. എങ്ങനെയാണ് പ്രദോഷ വ്രതം അനുഷ്ഠിക്കേണ്ടത്? പ്രദോഷ ദിവസം നമ്മൾ രാവിലെ മുതൽ സന്ധ്യ വരെ ഉപവാസമാണ്. സന്ധ്യയ്ക്ക് ദീപാരാധന പ്രാർത്ഥനയ്ക്ക് ശേഷം ക്ഷേത്രത്തിൽ നിന്ന് പൂജിച്ച് മേടിക്കുന്ന കരിക്കിൻ്റെ വെള്ളമോ അല്ലെങ്കിൽ പഴങ്ങളോ ഒക്കെ
കഴിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ വ്രതം അവസാനിപ്പിക്കും. രാവിലെ മുതൽ വൈകുന്നേരം വരെ വെള്ളം പോലും സാധാരണ കുടിക്കാറില്ല, അങ്ങനെയാണ് പ്രദോഷം എടുക്കുന്നത്. പക്ഷേ അതിനുള്ള ആരോഗ്യം ഇല്ലാത്ത ആളുകൾക്ക് വെള്ളം കുടിക്കാം, പാലും പഴങ്ങളും കഴിക്കാം. പക്ഷേ ധാന്യഭക്ഷണങ്ങളെല്ലാം നമ്മൾ ഒഴിവാക്കണം. പാലും പഴങ്ങളോ അല്ലെങ്കിൽ വെള്ളമോ ഒക്കെ കുടിച്ചിരിക്കാം ആരോഗ്യം അനുവദിക്കാത്ത ആളുകൾ. അങ്ങനെ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം നമ്മൾ കരിക്കിൻ്റെ വെള്ളമോ പഴങ്ങളോ ഒക്കെ കഴിച്ചിട്ട് നമ്മുടെ ആ ഒരു വ്രതം അവസാനിപ്പിക്കാം. ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കാത്ത ആളുകൾക്ക് ഭഗവാന്റെ മുമ്പിൽ, വിളക്കിൻ്റെ മുമ്പിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ പ്രസാദങ്ങൾ സമർപ്പിച്ചിട്ട്, പഴമായിക്കോട്ടെ അല്ലെങ്കിൽ തീർത്ഥമായിക്കോട്ടെ, അതൊക്കെ സമർപ്പിച്ചിട്ട് നാമജപത്തിന് ശേഷം അത് സ്വീകരിച്ചിട്ട് നമുക്ക് നമ്മുടെ വ്രതം അവസാനിപ്പിക്കാം. നാമജപത്തിനാണ് പ്രാധാന്യം. അതിനുശേഷം നമുക്ക് ചോറുണ്ണാം. സന്ധ്യയ്ക്ക് പ്രാർത്ഥനയ്ക്ക് ശേഷം വ്രതം അവസാനിപ്പിച്ചതിന് ശേഷം സന്ധ്യ കഴിഞ്ഞിട്ട് നമുക്ക് ചോറുണ്ണാം. ചോറ്, സാമ്പാർ, ഉള്ളി ചേർക്കാത്ത സാമ്പാർ, മോര്, ചമ്മന്തി, പഴയ അച്ചാറല്ലാത്ത പുതിയ അച്ചാർ, അതൊക്കെ കൂട്ടി നമുക്ക് ചോറുണ്ണാം. മോരും ചോറും ഉണ്ടാലും മതി. നല്ല ഇഞ്ചിയൊക്കെ ചതച്ചിട്ടിട്ട്, ഉള്ളിയൊന്നും ചതച്ചിടരുത്, ഇഞ്ചിയൊക്കെ ചതച്ചിട്ടിട്ട് മോരും ചോറും ഉണ്ടാലും വളരെ നല്ലതാണ്. മഹാക്ഷേത്രങ്ങളിൽ അന്നദാനം അതിനുശേഷം ഉണ്ടാകാറുണ്ട്. ഇതാണ് സാധാരണയായിട്ട് പ്രദോഷ രീതി. ഇവിടെ മിക്കപ്പോഴും ഏകാദശിയുടെ പാരണാ ദിവസമായിരിക്കും പ്രദോഷം വരുന്നത്. അങ്ങനെ വരുന്ന അവസരത്തിൽ എല്ലാവർക്കുമുള്ള സംശയമാണ് ഏകാദശി എടുക്കുന്നവരെ എങ്ങനെയാണ് പ്രദോഷം എടുക്കുന്നത് എന്നുള്ളത്. പലർക്കുമുള്ള സംശയമാണ് എല്ലാം കൂടി ഒന്നിച്ചങ്ങ് പാരണ വീടിയാ മതിയോ എന്നുള്ളത്. പക്ഷെ അങ്ങനെ പാടില്ല. രണ്ടും രണ്ടു രീതികളാണ്, രണ്ടു ദേവതകളാണ്. അതുകൊണ്ട് തന്നെ ഏകാദശി എടുക്കുന്ന എല്ലാവരും പാരണാ സമയത്ത് നിങ്ങൾ പാരണ വീടുക, തീർത്ഥം സേവിച്ച് പാരണ വീടുക. അത് തീർത്ഥമാണ്, ആഹാരമല്ല. തീർത്ഥം സേവിച്ച് പാരണ വീടിയതിനു ശേഷം അതോടുകൂടി നിങ്ങളുടെ ആ ഏകാദശി വ്രതം അവസാനിച്ചു. അങ്ങനെ വരുമ്പോൾ രാവിലെ മുതൽ ആഹാരം കഴിക്കാതിരിക്കണ്ടേ, വെള്ളം കുടിക്കാതിരിക്കണ്ടേ, ഇങ്ങനെയൊരു സംശയം വരും. അതിൽ നിങ്ങൾ അത്രയും ഒരു ശ്രദ്ധ കൊടുക്കണ്ട. അങ്ങനെയല്ല, ഏകാദശിയും പ്രദോഷവും കൂടി എടുക്കുന്ന ആളുകളുടെ കാര്യമാണ് പറയുന്നത്. അങ്ങനെ എടുക്കുന്ന ആളുകൾ നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യമെന്ന് പറയുന്നത്, ശരിയായ രീതി എന്ന് പറയുന്നത്, ഏകാദശി കൃത്യസമയത്ത് തന്നെ പാരണ വീടണം. അവിടെ ഒരു തുള്ളിയല്ലേ നമ്മൾ തീർത്ഥം സേവിക്കുന്നത്. എങ്ങനെയാണ്? വയറ് നിറച്ചല്ലല്ലോ കഴിക്കുന്നത്, ഒരു ശകലമല്ലേ കഴിക്കുന്നുള്ളൂ. ആ ഒരു തീർത്ഥം സേവിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഏകാദശി അവസാനിപ്പിക്കാം. ഏകാദശി അവസാനിപ്പിച്ചതിന് ശേഷം അടുത്ത നിമിഷം മുതൽ നിങ്ങൾ പ്രദോഷത്തിലാണ്. പിന്നീട് നിങ്ങളുടെ ആചരണമെല്ലാം പ്രദോഷ വ്രതത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇവിടെ തിങ്കളാഴ്ചയാണ് പ്രദോഷം വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സോമപ്രദോഷത്തിൻ്റെ കഥയുണ്ട്. കഴിഞ്ഞ പ്രദോഷ സമയത്തും ഞാൻ ഈ കഥ പറഞ്ഞിരുന്നു. അന്നും സോമപ്രദോഷമാണ്. എങ്കിലും ഒന്നുകൂടി ആവർത്തിക്കാം. പണ്ട് ഒരു നഗരത്തിൽ ഒരു ബ്രാഹ്മണ സ്ത്രീ ഉണ്ടായിരുന്നു. അവര് വിധവയായിരുന്നു. അവർക്ക് ഒരു മകനാണ് ഉണ്ടായിരുന്നത്. അവര് ഈ മകനെയും കയ്യിൽ പിടിച്ചുകൊണ്ട് എല്ലാ ദിവസവും ഇങ്ങനെ ഭിക്ഷ യാചിക്കാനായിട്ട് പോകും. അങ്ങനെ ഒരിക്കല് പോയിട്ട് വരുന്ന സമയത്ത് വഴിയിൽ വെച്ച് ഒരു കുട്ടിയെ കാണാനിടയായി. ഒറ്റയ്ക്കിരിക്കുന്ന കുട്ടിയാണ്, ആരുമില്ലാത്ത കുട്ടിയാണ്. ആ കുട്ടിയെ ഈ ബ്രാഹ്മണ സ്ത്രീ അവരുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. എന്നിട്ട് അവരുടെ കുട്ടിയും ഈ കുട്ടിയും സഹോദരന്മാരെ പോലെ ഒരുപോലെ കളിച്ച് വളർന്നു. അങ്ങനെ അവര് വളർന്ന ഒരു യൗവനപ്രായം എത്തുന്ന സമയത്ത് ഒരിക്കല് ഈ രണ്ട് കുട്ടികളും ഇങ്ങനെ റോഡിൽ കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് രണ്ട് ഗന്ധർവ സ്ത്രീകൾ ആ വഴി വരികയും ഇവരോട് സംസാരിക്കാനായി താല്പര്യപ്പെടുകയും ചെയ്യുന്നു. ഈ ബ്രാഹ്മണ സ്ത്രീയുടെ മകൻ അവരുടെ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു. എന്നാൽ ഈ വഴിയിൽ നിന്ന് കിട്ടിയ ആ കുട്ടി ഈ ഗന്ധർവ സ്ത്രീകളോട് വർത്തമാനം പറഞ്ഞുകൊണ്ട് നിന്നു. യഥാർത്ഥത്തിൽ ഈ കുട്ടി വിദർഭ എന്ന രാജ്യത്തിലെ രാജാവിൻ്റെ മകനാണ്. രാജാവിനെ അക്രമികൾ ആക്രമിച്ചു കീഴടക്കി രാജ്യം കൈക്കലാക്കിയിരുന്നു. അങ്ങനെ അനാഥനായതാണ് ആ കുട്ടി. ആ കുട്ടിയാണ് ഇവിടെ ഈ ഗന്ധർവ സ്ത്രീകളുമായി സംസാരിച്ചുകൊണ്ട് ഇരുന്നത്. അതിനുശേഷം ഗന്ധർവ സ്ത്രീകൾ തിരിച്ചുപോയി. അൻഷുമതി എന്ന ഒരു ഗന്ധർവ സ്ത്രീ അവരുടെ മാതാപിതാക്കളുമായി പിറ്റേ ദിവസം ഈ ബ്രാഹ്മണ സ്ത്രീയുടെ വീട്ടിലെത്തുകയും ഈ കുട്ടിയെ വിദർഭ രാജ്യത്തിലെ രാജകുമാരനെ കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. അവർക്ക് ഇഷ്ടപ്പെടുന്നു. പിന്നീട് കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഈ ഗന്ധർവ സ്ത്രീയുടെ അച്ഛൻ്റെയും അമ്മയുടെയും സ്വപ്നത്തിൽ ഭഗവാൻ മഹേശ്വരൻ പ്രത്യക്ഷപ്പെടുകയും അവരുടെ മകളെ
വിദർഭ രാജ്യത്തിലെ ആ രാജകുമാരൻ, ആ കുട്ടി, ഇപ്പോൾ ബ്രാഹ്മണ സ്ത്രീയുടെ വീട്ടിൽ വളരുന്ന ആ കുട്ടിയുമായി വിവാഹം കഴിപ്പിച്ചു കൊടുക്കണമെന്ന് പറയുകയും ചെയ്യുന്നു. അതിന്റെ കുറച്ചു കാലം മുമ്പ് ഈ ബ്രാഹ്മണ സ്ത്രീയുടെ സ്വപ്നത്തിൽ ചില മഹർഷിമാർ പ്രത്യക്ഷപ്പെടുകയും പ്രദോഷവ്രതം എടുക്കണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തതനുസരിച്ചിട്ട് ഈ ബ്രാഹ്മണ സ്ത്രീ വർഷങ്ങളായി പ്രദോഷവ്രതം അനുഷ്ഠിച്ചുകൊണ്ട് വരികയായിരുന്നു. അപ്പോഴാണ് ഈ സംഭവങ്ങളെല്ലാം ഉണ്ടാകുന്നത്. അങ്ങനെ ഈ അൻഷുമതിയുടെ മാതാപിതാക്കൾ ഈ ബ്രാഹ്മണ സ്ത്രീയുടെ വീട്ടിൽ വരികയും ആ കുട്ടിയുമായി ഇവരുടെ മകളുടെ വിവാഹം നടത്തുകയും ചെയ്തു. അതോടുകൂടി ബന്ധുക്കളായി. പിന്നീട് അൻഷുമതിയുടെ പിതാവായ ആ ഗന്ധർവന്റെ സൈന്യത്തിന്റെ സഹായത്തോടുകൂടി, അതായത് അമ്മായിയച്ഛന്റെ സൈന്യത്തിന്റെ സഹായത്തോടുകൂടി ഈ കുട്ടി തൻ്റെ രാജ്യത്തെ ആക്രമിച്ച് അവിടുത്തെ ശത്രുക്കളെ എല്ലാം ഓടിച്ചു വിടുകയും ആ രാജ്യം കൈക്കലാക്കുകയും ചെയ്യുന്നു. അങ്ങനെ തൻ്റെ ആ ഒരു പാരമ്പര്യം, തൻ്റെ ആ രാജ്യം അങ്ങനെ ആ കുട്ടി വീണ്ടെടുക്കുന്നു. പിന്നീട് ഈ ബ്രാഹ്മണ സ്ത്രീയെ സ്വന്തം അമ്മയെപ്പോലെ ആ കൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയും ഒരു രാജമാതാവ് എന്ന നിലയിലുള്ള എല്ലാ അംഗീകാരങ്ങളും കൊടുക്കുകയും ചെയ്യുന്നു. ആ ബ്രാഹ്മണ സ്ത്രീയുടെ കുട്ടി, ആ കുട്ടിക്ക് തൻ്റെ പ്രധാനമന്ത്രിയായി സ്ഥാനം നൽകുകയും ചെയ്യുന്നു. അങ്ങനെ മഹാദേവന്റെ അനുഗ്രഹം കൊണ്ട് ഈ ബ്രാഹ്മണ സ്ത്രീയുടെ ജീവിതം, ആ ബ്രാഹ്മണ സ്ത്രീയുടെ മകന്റെയും ജീവിതം മാറി മറിയുകയാണ്. ഇതാണ് സോമപ്രദോഷത്തിന്റെ കഥ. ഈ കഥ സൂതനാണ് ശൗനകാദി മഹർഷിമാർക്ക് നൈമിഷാരണ്യത്തിൽ വെച്ച് പറഞ്ഞു കൊടുക്കുന്നത്. ഇതാണ് സോമപ്രദോഷത്തിന്റെ കഥ. ഈ കഥ പറഞ്ഞ് പ്രാർത്ഥിക്കണം. ബ്രാഹ്മണ സ്ത്രീയെ മഹേശ്വരൻ എങ്ങനെയാണോ രക്ഷിച്ചത്, അതുപോലെ ഭഗവാന്റെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകണം എന്ന് പ്രാർത്ഥിക്കണം. വ്രതം ഭഗവാന് സമർപ്പിക്കണം. ഈ കഥ സന്ധ്യാസമയത്ത് ഓർക്കുകയും പറയുകയും ചെയ്ത് പ്രാർത്ഥിക്കണം. ഇതാണ് സോമപ്രദോഷത്തിന്റെ കഥ. ഭഗവാൻ അഭിഷേക പ്രിയനാണ്. അതുകൊണ്ട് ഭഗവാന് അഭിഷേകം നടത്തുക, ദേവിക്ക് വിളക്ക് തെളിയിക്കുക, മഹാദേവൻ തിരുവാതിര എന്ന പേരിൽ ഭഗവാന് വേണ്ടി അർച്ചന ചെയ്യുക, ഭഗവാന് വേണ്ടി ധാര ചെയ്യുക. ഇതൊക്കെ ചെയ്ത് പ്രാർത്ഥിക്കണം. സാധാരണ നമ്മൾ ക്ഷേത്രത്തിൽ പോകുമ്പോൾ നമുക്ക് വേണ്ടിയും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയും ഭർത്താവിന് വേണ്ടിയും ഭാര്യയ്ക്ക് വേണ്ടിയും അച്ഛനും അമ്മയ്ക്കും വേണ്ടിയും ഒക്കെ അവരുടെ പേരും നാളും ഒക്കെ പറഞ്ഞ് അർച്ചന ചെയ്യാറുണ്ട്. ആ കൂട്ടത്തിൽ നിങ്ങൾ മഹാദേവൻ തിരുവാതിര എന്ന് പറഞ്ഞ് ഒരു അർച്ചന കൂടി എഴുതിക്കുക. അത് നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ എല്ലാം ഐശ്വര്യത്തിന് കാരണമാകും. എല്ലാവരും പ്രാർത്ഥിക്കുക, നാമം ജപിക്കുക. ഹരേ കൃഷ്ണ.